2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കാം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാകുന്നു. തിരുവെഴുത്തിൽ പല ഭാഗത്തും ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം കേൾക്കുക എന്നത് മാത്രമല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, കേൾക്കുന്നത് ഗ്രഹിക്കുക എന്നുള്ള ഒരർത്ഥം കൂടെ അതിൻ്റെ അകത്ത് അന്തർലീനമായിട്ടുണ്ട്. കുഞ്ഞുമോൻചാൻ ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇത് തിരിച്ചിങ്ങ് പോരുകയാണ്, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം കേട്ട് 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 നമ്മൾ കുഴഞ്ഞു വരികയാണ്. നോക്കൂ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് തോന്നിയപ്പോഴാണ് എബ്രായ ലേഖനം എഴുതേണ്ടി വന്നത്. കാരണം ഇത് വേണ്ടുവോളമായി പാസ്റ്ററെ എന്നൊരു തോന്നൽ എബ്രായ ക്രിസ്ത്യാനികൾക്കുണ്ടായപ്പോഴാണ് ഇങ്ങനെ ഒരു ലേഖനം എഴുതേണ്ടതായി വന്നത്. 40-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഹനനയാഗവും ഭോജനയാഗവും നീ എന്നോട് ചോദിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ യഥാർത്ഥ പരിഭാഷ ചെവികളെ തുളച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചെവി തുളയ്ക്കപ്പെട്ടത് തന്നെയാണ്. എന്നാൽ കാലാകാലങ്ങളിൽ ഇതിൻ്റെ അകത്ത് കായം വന്നടിഞ്ഞ് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേൾക്കുവാൻ കഴിയാത്ത സാഹചര്യം മാറ്റി നീ എൻ്റെ ചെവികളെ തുളച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ കേൾക്കേണ്ടതുപോലെ ദൈവവചനം കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവവചനം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും, ഈ തിരുവെഴുത്തിൽ നിനക്കുള്ളതും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ തിരുവെഴുത്തിൽ നിന്നെയും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മളത് കേൾക്കേണ്ടതുപോലെ കേൾക്കണം. കേൾക്കേണ്ടതുപോലെ കേട്ടാൽ മാത്രം പോരാ. തിരുവെഴുത്ത് നമ്മോട് പറയുന്നത് കേൾപ്പാൻ വേഗതയും പറവാൻ താമസവുമാണെങ്കിൽ ജീവിതം കുറച്ചുകൂടെ അനായാസമായിരിക്കും. പലപ്പോഴും നമുക്കൊക്കത്തില്ല, നമ്മൾ ചാടിക്കേറി അങ്ങ് പറയും, അതിന്റെ ബാക്കി അത് അവരങ്ങോട്ട് പൂർത്തീകരിക്കുന്നതിന് മുമ്പേ നമ്മൾ അതങ്ങ് പറയും. എല്ലാവരുടെയും പ്രകൃതമാണ് അത്. എന്നാൽ അതിൻ്റെ അകത്ത് ചില അപകടങ്ങൾ ഒളിച്ചിരിപ്പുണ്ടെന്ന് ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും. ദാവീദിന്റെ അടുക്കൽ നാഥാൻ പ്രവാചകൻ വന്നിട്ട് വളരെ ക്ലാസിക്കായിട്ട് നാടകീയമായിട്ടൊരു കാര്യം പുള്ളിയുടെ അടുക്കൽ അവതരിപ്പിച്ചു. ഒരു പട്ടണത്തിൽ സമ്പന്നനായ ഒരു മനുഷ്യനും ദരിദ്രനായ മറ്റൊരു മനുഷ്യനും ജീവിച്ചിരുന്നു. സമ്പന്നനായ മനുഷ്യന് വേണ്ടുവോളം ആടുമാടുകളുണ്ട്. ദരിദ്രനായ മനുഷ്യന് അവൻ പൊന്നുപോലെ സൂക്ഷിച്ച ഒരു കുഞ്ഞാട്ടിൻ കുട്ടി ഉണ്ടായിരുന്നു. ഈ ധനികനായ മനുഷ്യന്റെ വീട്ടിൽ വലിയ ഒരു വിരുന്നുകാരൻ വന്നു. അയാളെ സന്തോഷിപ്പിക്കുവാൻ അല്ലെങ്കിൽ അയാളെ പോഷിപ്പിക്കുവാൻ തൻ്റെ ഈ ബഹുശത ആട്ടിൻകൂട്ടങ്ങളിൽ നിന്നൊന്നിനെ എടുക്കാതെ ആ പാവപ്പെട്ടവന്റെ കുഞ്ഞാടിനെ അവൻ അറുത്തു കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് എന്തോ പറഞ്ഞെന്നറിയാമോ? അവൻ മരണകരമായ പാപം ചെയ്തിരിക്കുകയാണ്, അവൻ ശിക്ഷ അനുഭവിച്ചെങ്കിലേ മതിയാവും. മുഴുവൻ കേട്ടില്ല. ഇച്ചിരൂടെ ശാന്തമായിട്ടിരുന്ന് കഴിഞ്ഞപ്പോൾ നാഥാൻ പറഞ്ഞു, വേറെ ആരുമല്ല അത് നീ തന്നെ. മുഴുവൻ കേൾക്കണം. മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ ന്യായം വിധിച്ചാൽ അപകടത്തിലാകുന്നത് ചിലപ്പോൾ നമ്മൾ തന്നെയായിരിക്കും. ഇനി ആ വേദഭാഗം നമുക്കൊന്നുകൂടെ വായിക്കാം. അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന കാര്യമാണിത്. ദൈവത്തിന്റെ വചനം തിരുവെഴുത്തിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്,
ദൈവവചനത്തിന്റെ കേൾവി അവരിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട്. ഇതങ്ങ് കേട്ടുപോയാ പോരാ. നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിക്കാതെ പോയാൽ ഓരോ ദിവസം കഴിയുമ്പോഴും മെലിഞ്ഞു വരുന്നത് പോലെ ഇത് വിശ്വാസമായി പരിണമിക്കുന്നില്ലെങ്കിൽ ആത്മീകമായി ഒരു മെലിച്ചിൽ സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം വിശ്വാസമായി പരിണമിച്ചിട്ട് ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ബലഹീനപ്പെടുന്നുവെങ്കിലും ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കുന്നുവെന്നും പുതുക്കം പ്രാപിക്കുന്നുവെന്നും പറയുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മൾ തിരസ്കരിക്കുന്നവരാകുവാൻ അല്ല. അതാര് പറഞ്ഞാലും എവിടെ പറഞ്ഞാലും അതെന്റെ ദൈവത്തിന്റെ വചനമാണെങ്കിൽ അത് എനിക്കുള്ളതാണെന്ന് ഏറ്റെടുത്ത് വിശ്വസിക്കുന്നവരാണ് അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നത്. നമ്മളെല്ലാം ഒഴുകിപ്പോകുവാൻ സാധ്യതയുണ്ട്. ഞാൻ ദൈവം അനുവദിച്ചാൽ എബ്രായ ലേഖനം പഠിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് എഴുതി എന്ന് നമുക്ക് വിവിധ സന്ദർഭങ്ങളിൽ മനസ്സിലാക്കുവാൻ കഴിയും. പലവിധമായ മുന്നറിയിപ്പുകൾ ഈ തിരുവെഴുത്തിന്റെ ഭാഗം നമുക്ക് തരുന്നുണ്ട്. ആരാണ് ഇത് എഴുതിയത്? പൊതുവായി വിശ്വസിക്കപ്പെടുന്നത് ഇത് പൗലോസ് എഴുതി എന്നാണ്. പൗലോസ് എഴുതി എന്ന് വിശ്വസിക്കപ്പെടുന്നതിന് ന്യായമായ പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ഒരു ഗ്രന്ഥത്തെ കാനോനികമായി അംഗീകരിക്കപ്പെടണമെങ്കിൽ അതൊരു അപ്പസ്തോലൻ എഴുതിയതായിരിക്കണം എന്ന് വ്യവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ പല കാരണങ്ങളാൽ അതുപോലെ തന്നെ വിവിധ ആശയങ്ങൾ താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ ഇത് പൗലോസ് എഴുതിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അലക്സാണ്ട്രിയയിലെ ക്ലെമന്റ്, ഒറിഗൻ എന്നീ സഭാപിതാക്കന്മാർ ഇത് പൗലോസിന്റെ ലേഖനമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ് ഇത് എബ്രായ ഭാഷയിൽ എഴുതി എന്നും വൈദ്യനായ ലൂക്കോസ് ഇത് ഗ്രീക്കിലേക്ക് പരിഭാഷപ്പെടുത്തി എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇത് പൗലോസാണ് എഴുതിയെന്നുള്ളതിന് ഒത്തിരി തെളിവുകളുണ്ട്. ഒരു ബൈബിൾ ക്ലാസ് പോലെ ആക്കുവാൻ എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ട് അതെല്ലാം വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ട് അത് നമുക്ക് തെളിയിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 25-ാം വാക്യവും ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യവും വായിച്ചാൽ അതിൻ്റെ അകത്തുനിന്ന് ചില താരതമ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അടുത്ത വാക്യം. സഹോദരന്മാരുടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ നോക്കൂ, ഗലാത്യ ലേഖനം പൗലോസ് എഴുതിയതാണ്. അത് അദ്ദേഹം എഴുതി അവസാനിപ്പിക്കുന്ന അതേ വന്ദന വാക്കുകൾ തന്നെയാണ് എബ്രായ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോഴും താൻ എഴുതി അവസാനിപ്പിക്കുന്നത്. നമുക്കറിയാം, ഓരോ മനുഷ്യർക്കും അവരുടേതായ ഒരു ഭാഷാ ശൈലിയുണ്ട്. ആ ഭാഷാ ശൈലിയുടെ സാമ്യം വെച്ച് നോക്കുമ്പോൾ ഇത് പൗലോസ് എഴുതിയതാണെന്ന് അതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം എഴുതിയതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം, രണ്ട് വാക്യങ്ങൾ കൂടെ വായിക്കാം. 1-ാം അധ്യായം, എബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യവും ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായവും 9-ാം വാക്യവും വായിക്കാം. നോക്കൂ, അവിടെ എബ്രായ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് എല്ലാ നാമത്തിലും മേലായ നാമമാണ് യേശു ക്രിസ്തുവിന്റെ നാമം എന്നുള്ളത് എബ്രായ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിപാദ്യ വിഷയമാണ്. അതേ ആശയം തന്നെ അദ്ദേഹം ഫിലിപ്പിയ ലേഖനത്തിലും പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ആരെ? വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെ. നോക്കൂ, രണ്ട് ലേഖനങ്ങളിലും അദ്ദേഹം നമ്മുടെ കർത്താവ് സകലത്തിനും മേലായവനാണ് എന്ന് ഒരേ ആശയത്തിൽ എഴുതുന്നു. അങ്ങനെ വിവിധ കാരണങ്ങളാൽ ഇത് എഴുതിയത് ഇതിന്റെ രചയിതാവ് പൗലോസാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആർക്ക് എഴുതിയതാണ്? എബ്രായർ എന്ന പദം നമുക്ക് ആദ്യമായി കാണുവാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യത്തിലാണ്. ഫ്രാത്ത് നദി കടന്നവൻ എന്നാണ് വാസ്തവത്തിൽ എബ്രായൻ എന്ന വാക്കിന്റെ അർത്ഥം. അബ്രഹാമിനെ കുറിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത്. യഹൂദ വംശജരായിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് എല്ലാം വായിച്ച് വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി എഴുതപ്പെട്ടതാണ് എബ്രായ ലേഖനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് എഴുതിയ കാലഘട്ടം AD 96 മുമ്പാണ് എന്ന് തീർച്ചയായും പറയുവാൻ കഴിയും. അതിൻ്റെ പിൻപിലും ചില ലോജിക്ക് അവർ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാരണം, ഈ ലേഖനം എഴുതുമ്പോൾ ദേവാലയം നശിപ്പിക്കപ്പെട്ടിരുന്നില്ല.
ദേവാലയം നശിപ്പിക്കപ്പെട്ടത് AD 70-ലാണ്. താനിത് എഴുതുമ്പോൾ ദേവാലയവും അവിടുത്തെ കർമാചാരങ്ങളും അതുപോലെ നിലനിൽക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കൊണ്ട് AD 70 മുമ്പാണ് എഴുതിയതെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് AD 64-നും 68-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ എബ്രായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പൗലോസ് എഴുതിയതാണ് ഇതെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ഇനി എന്തിനു വേണ്ടി ഇത് എഴുതി എന്ന് ചോദിച്ചാൽ അതിന് പിൻപിലെ പ്രധാനമായ ഒരു കാര്യം, ആദ്യ തലമുറയിൽപ്പെട്ട പിതാക്കന്മാരായ വിശ്വാസം അപ്പോസ്തലന്മാരിൽ നിന്ന് നേരിട്ട് കേൾക്കുവാൻ അവസരം ലഭ്യമായ വിശുദ്ധന്മാരിൽ പലരും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ കാലാകാലങ്ങളിൽ ദുരുപദേശങ്ങൾ സഭയ്ക്കകത്തേക്ക് പ്രവേശിക്കുകയും ദൈവവചനം വാസ്തവമായി വിശ്വാസയോഗ്യമാണോ എന്നുള്ള ആശങ്ക വിശ്വാസികളുടെ ഹൃദയത്തിൽ ഉറയ്ക്കുകയും ചെയ്തപ്പോൾ അവരെ വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്തുവാനും നിലനിർത്തുന്നതിനും വേണ്ടി എഴുതിയതാണ് എബ്രായ ലേഖനം. നോക്കൂ, നമുക്കറിയാം അരിയോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു. അയാൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ മാത്രമല്ല ചോദ്യം ചെയ്തത്, അയാൾ ദൈവത്തിന്റെ അസ്തിത്വത്തെ തന്നെ ഒരു പരിധിവരെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു, എന്നാൽ ദൈവത്തിനും ഒരു ഉൽപ്പത്തി ഉണ്ട് എന്നാണ് അയാൾ വിശ്വസിച്ചിരുന്നത്. ആ ദൈവത്തിന്റെ സൃഷ്ടിയാണ് യേശുക്രിസ്തു എന്നും അതുകൊണ്ട് യേശുക്രിസ്തു ദൂതന്മാരെ പോലെ ഒരാളായി കണക്കാക്കപ്പെടേണ്ട ആളാണെന്നും അങ്ങനെയുള്ള ദുരുപദേശങ്ങളൊക്കെ പ്രചരിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ അതിനെ തടയിടുന്നതിന് വേണ്ടിയും ആ യേശുക്രിസ്തുവിന്റെ ദൈവത്വം, അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്, അവൻ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്, അവൻ യോനയേക്കാൾ ശ്രേഷ്ഠനാണ്, അവൻ അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠനാണ്, അവൻ ദേവാലയത്തെക്കാൾ ശ്രേഷ്ഠനാണ്, ലോകത്തിലുള്ള എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠൻ നസറായനായ യേശുവാണെന്ന് എബ്രായ ക്രിസ്ത്യാനികളെ വിശ്വസിപ്പിക്കുവാൻ അതിനുവേണ്ടി രേഖപ്പെടുത്തിയതാണിത്. നമ്മളെല്ലാം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണ്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനെ നശിപ്പിക്കുന്ന വൈറസുകളെ കുറിച്ച്. ഈ വൈറസുകളുടെ ഉൽപ്പത്തി ബൾഗേറിയ എന്ന് പറയുന്ന രാജ്യത്താണെന്നാണ് കമ്പ്യൂട്ടറിൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഇവരിപ്പുണ്ട്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തീർന്നിട്ടേ പറയാവൂ, ഇപ്പൊ പറയുന്നത് എന്നാണ് പറയുന്നത്. വെസ്റ്റേൺ ലോകത്തിലെ കമ്പ്യൂട്ടർ സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടി റഷ്യൻ ചാര സംഘടനയായിരുന്ന KGB ആസൂത്രണം ചെയ്തതാണ് നമ്മുടെ കമ്പ്യൂട്ടറുകളെ ഇന്നും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൈറസ്. നന്മയെ തകർക്കുവാൻ തിന്മ എല്ലായ്പ്പോഴും ശക്തിയോടുകൂടെ നിൽപ്പുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചു പോകരുത്. നമ്മളും എല്ലാം വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി 10 വർഷം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞ് 30 വർഷം കഴിയുമ്പോൾ ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമായി മാത്രം മാറ്റപ്പെട്ട് ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേകതയും ഇല്ലെന്ന് പറഞ്ഞ് നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ ഹല്ലേലൂയ, കേട്ടത് അധികം ശ്രദ്ധയോടെ നാം കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ, അതിനുവേണ്ടി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ എബ്രായ ലേഖനം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് സംഭവിക്കാം. അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുവിൻ എന്ന് നമുക്ക് വിശുദ്ധ തിരുവെഴുത്തിൽ കാണുവാൻ കഴിയുന്നത്. പല കാരണങ്ങളുടെ പേരിലാണ് ഈ പുസ്തകം എഴുതിയത്. 2-3 കാര്യങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് ഇവാലുവേഷൻ. നമ്മെ തന്നെ നമ്മൾ വിലയിരുത്തുന്ന ഒരു പുസ്തകമായിട്ടാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നാം എത്രയധികം ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ വിശ്വാസത്തിൽ തന്നെ ആയിരിക്കുന്നുവോ എന്ന് നമ്മെ ശോധന ചെയ്യുവാൻ പ്രാപ്തിയുള്ളതാക്കുന്നതാണ് ഈ പുസ്തകം. ഇതിൽ 13 പ്രാവശ്യം ബെറ്റർ അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവ് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവനെ അബ്രഹാമുമായി ഉണ്ടാക്കിയ ഉടമ്പടിയേക്കാൾ ശ്രേഷ്ഠൻ, എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠൻ നമ്മുടെ കർത്താവാണ് എന്നിത് വിളിച്ചറിയിക്കുന്നു. അതിനേക്കാൾ എല്ലാം ഉപരി ഒരു വാക്യം ഒന്ന് വായിച്ച്, 5-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ച്. നിത്യരക്ഷ. ഇതിൻ്റെ അകത്ത് വിളിച്ചു പറയുന്ന ഒരു കാര്യം ലോകത്തുള്ള താൽക്കാലികമായ കാര്യങ്ങളല്ല, അതിനേക്കാളെല്ലാം ഉപരിയായ ഒരു നിത്യരക്ഷയുണ്ട് എന്ന് ഈ പുസ്തകം ഓരോ നിമിഷവും നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദുരുപദേശം
പ്രചരിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ, വിശ്വാസത്യാഗം സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്താണ് അതുകൊണ്ട് സംഭവിച്ചത്? 13-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിച്ചേ. 13-ാം അധ്യായം 9-ാം വാക്യം. വിവിധവും അന്യവുമായ ഉപദേശങ്ങൾ, അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശത്തിന് വിപരീതമായി. എങ്ങനെയാ നമ്മൾ ഒരു ഉപദേശം സ്ഥാപിക്കുന്നതെന്നറിയാമോ? വെറുതെ ഒരു വാക്യം വായിച്ച് നമുക്കൊരു ഉപദേശം സ്ഥാപിക്കുവാൻ സാധ്യമല്ല. അതിനൊരു ട്രയാങ്കുലേഷൻ ഉണ്ട്. ഒന്ന്, നമ്മുടെ കർത്താവ് കാണിച്ച മാതൃകയായിരിക്കണം. അപ്പോസ്തലന്മാർ പിന്തുടരുകയോ അല്ലെങ്കിൽ അവരത് പ്രാക്ടീസ് ചെയ്തു എന്നതിന് നമുക്ക് തെളിവുണ്ടായിരിക്കണം. ലേഖനം അതിനെ സാധൂകരിക്കണം. ഈ 3 കാര്യങ്ങൾ ചേരുമ്പോൾ മാത്രമേ നമുക്ക് ഒരു കാര്യത്തെ ഉപദേശമായി സ്വീകരിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മൾ രക്ഷിക്കപ്പെടണമെന്ന് പറയുന്നു, നമ്മൾ സ്നാനപ്പെടണമെന്ന് പറയുന്നു, അപ്പൊ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണമെന്ന് പറയുന്നു. ഇതൊന്നും നമ്മൾ വെറുതെ അങ്ങ് പറയുന്ന കാര്യങ്ങളല്ല. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്നത് വിശുദ്ധ തിരുവെഴുത്താണ്. ഇതിനേക്കാൾ ഉപരിയായ ഒരു ക്രൈസ്തവ സഭയില്ല, ഇതിനേക്കാൾ ഉപരിയായ ഒരു ക്രൈസ്തവ നേതാവുമില്ല, ഇതിനേക്കാൾ ഉപരിയായി ആരുമില്ല. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ആകാശം മാറും, ഭൂമി മാറ്റപ്പെടും, പ്രപഞ്ചത്തിലുള്ള സകലവും മാറ്റപ്പെടും. എന്റെ കർത്താവിന്റെ വചനം ഒരിക്കലും മാറ്റപ്പെടുകയില്ല. മാറ്റപ്പെടുകയില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കാൻ പോയി നിൽക്കുമ്പോൾ തുറക്കപ്പെടുന്ന പുസ്തകത്തിൽ ഒന്ന് ഈ പുസ്തകമാണ്. തുറക്കപ്പെടുന്ന പുസ്തകത്തിൽ ഒന്ന് ഈ പുസ്തകമാണ്. നീ സ്നാനപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഞാൻ സ്നാനപ്പെട്ടില്ല. എന്താ സ്നാനപ്പെടാഞ്ഞത്? ഒത്തിരി കാരണങ്ങളുണ്ട്. അന്നേരം കർത്താവായ യേശു ക്രിസ്തു ഇതിന്റെ അകത്തൊന്ന് വാക്യം എടുത്ത് കാണിക്കും. നീ സ്നാനപ്പെടേണ്ടത് ആവശ്യമായിരുന്നു മോളെ, മണ്ടത്തരമായി പോയല്ലോ. കണങ്ങല്ലേ ആരും വേദപുസ്തകത്തിന്റെ പേരിലല്ലേ. നോക്കൂ, തിരുവചനം സത്യമാണ്. എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന നിങ്ങളുടെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായ എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരായി. നോക്കൂ, പലതരം ഉപദേശങ്ങൾ വളർന്നു വന്നിരിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടം വന്നപ്പോൾ ഈ പുസ്തകം ചമയ്ക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. 10-ാം അധ്യായം 25-ാം വാക്യം ഒന്ന് വായിച്ചേ. എന്ന് കാണും തോറും അത് അധികമായി ചെയ്യുവീൻ. എന്തുവാ? ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും വരുന്ന. അപ്പൊ 1-ാം നൂറ്റാണ്ടിൽ തന്നെ എബ്രായ ക്രിസ്ത്യാനികൾ അങ്ങ് മടുത്തു. മതി, എത്ര ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ധ്യാനയോഗം കഴിയുന്ന പറഞ്ഞാൽ വിടുതൽ ശുശ്രൂഷ, അതങ്ങോട്ട് കഴിയുമ്പോഴത്തേന് 3 ദിവസത്തെ കൺവെൻഷൻ, ഏതെല്ലാം തരത്തിലുള്ള കൺവെൻഷൻ കുഴഞ്ഞു. സഭായോഗത്തിന് പോലും പോകാതെ. അതല്ല, നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും ഇത് അധികമായി. ആരാധന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ അഭിവാജ്യ ഘടകം. ആരാധന ഇല്ലാത്തവരെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയാമോ? അവന് ഹീസ് ആൻ ഓർഗൻ വിതൗട്ട് എ ബോഡി. ഒരു കൈ മാത്രം ഒരിടത്ത് കിടന്നാൽ എങ്ങനെ ഇരിക്കും? അതുപോലാണ് ആരാധന ഇല്ലാത്തവൻ. ഏതിന്റെ പേരിൽ അവൻ ആരാധന മുടക്കിയാലും അവൻ ദൈവത്തിന്റെ കൈകളിൽ നിന്ന് വീണവനാണ് എന്ന് ഓർത്തോണം. കാരണം വേദപുസ്തകം പറയുന്നത് നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും ഇത് അധികമായി ചെയ്യുവീൻ. അതാണ് ഈ തിരുവെഴുത്തിന്റെ ഭാഗം നമ്മോട് വിളിച്ചറിയിക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, ഇപ്രകാരം ഒരു വിശുദ്ധൻ പറയുവാനിടയായി തീർന്നു. ഇൻ ദ ക്രിസ്ത്യൻ ലൈഫ്, ഇഫ് യു ഡു നോട്ട് ഗോ ഫോർവേഡ്, യു ഗോ ബാക്ക്വേർഡ്. There is no permanent standing still. There is no permanent standing still. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ ഇറങ്ങിയെടുത്തതിന് നിൽപ്പുണ്ട്, ഞാൻ ഇറങ്ങിയ കാലഘട്ടത്തിലെ വിശ്വാസം തന്നെ പിടിച്ചോണ്ട് നിൽപ്പുണ്ട്. പക്ഷെ ലോകം ഒത്തിരി മുമ്പോട്ട് പോയി. നീ അതിന് തക്കവണ്ണം പോയില്ലെങ്കിൽ നീ അറിയാതെ പുറമോട്ട് പോയി എന്നാ കണ്ണുകളടക്കാം. എന്ന് പോൽക്കാലം നമുക്ക് നമ്മെ ശോധന ചെയ്യാം, വിലയിരുത്തൽ നടത്താം. ഹല്ലേലൂയ. നമ്മുടെ ആരാധനയോടുള്ള ബന്ധത്തിൽ നമ്മുടെ മനോഭാവം എങ്ങനെയിരിക്കുന്നു? ആരാധനയോടുള്ള ബന്ധത്തിൽ നമ്മുടെ മനോഭാവം എങ്ങനെയിരിക്കുന്നു? ഏത് മനോഭാവത്തോടു കൂടെയാണ് നമ്മൾ ആരാധനയ്ക്ക് വരുന്നത്? ആരാധന നമ്മുടെ ജീവനാഡിയാണോ? ഇന്ന് ഞാൻ ആരാധനയ്ക്ക് പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ആത്മീക ജീവിതത്തെ ബാധിക്കും. ഇന്ന് ഞാൻ ആരാധനയ്ക്ക് പോയില്ലെങ്കിൽ തീർച്ചയായും അതെന്റെ കൂട്ടു സഹോദരന്റെ ആത്മീക വർധനവിനെ നഷ്ടപ്പെടുത്തുവാനിടയായിത്തീരും. ഇന്ന് ഞാൻ ആരാധന മുടക്കിയാൽ എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ച് അത് പ്രസാദകരമായ ഒരു കാര്യമല്ല.
വേണ്ടിയുമല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ പ്രതിച്ഛായ നന്നാക്കുന്നതിന് വേണ്ടിയല്ല. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും നമ്മളത് അധികമായി ചെയ്യേണ്ടത് ആവശ്യമാണ്. ഏതെല്ലാം തരത്തിലുള്ള ദുരുപദേശങ്ങളാണ് ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ വളർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തികളും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വിശുദ്ധ വേദത്തിലെ വാക്യങ്ങളെ വളച്ച് ഒടിച്ചുകൊണ്ട് ജനങ്ങളെ മുന്നോട്ട് നയിക്കാതിരിക്കുമ്പോൾ ഹല്ലേലൂയ അവൻ നമ്മുടെ കണ്ണുകളെ തുറക്കുവാൻ ഇടയായി തീർന്നല്ലോ. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് നമ്മുടെ കർത്താവ് ഇത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി തന്ന അവന്റെ വലിയ കരുണയോർത്ത് ഇന്ന് രാവിലെ സമയം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ശോധന ചെയ്യാം. ഇന്ന് പകൽക്കാലം നമ്മുടെ ആരാധനയിൽ അത് പ്രതിഫലിക്കുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ.